ഹായ് ഗൈസ്, ഇപ്പം ഇന്നുള്ളത് ആഗ്രയിലാണ്. സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ കാണാൻ പോകുന്നത് താജ്മഹലാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം നമ്മളൊക്കെ ഫോട്ടോത്തിലൊക്കെ കണ്ട് പരിചയമുള്ള ഒരു താജ്മഹൽ നേരിട്ട് കാണാൻ പറയുമ്പോൾ ഭയങ്കര ഒരു ത്രില്ലിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്നൊക്കെ ഇറങ്ങി ഇവിടെ 6:30 മണിയായിട്ടുള്ളൂ. 6 മണിക്ക് താജ്മഹൽ ഓപ്പൺ ആകും പറഞ്ഞാൽ നേരത്തെ പോകണം വിചാരിച്ചാൽ നടന്നില്ല, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇനി ഇവിടെ നല്ലൊരു ഓട്ടോറിക്ഷയൊക്കെ എടുത്തിട്ടോ, ഞങ്ങൾക്ക് ഇവിടെ നടക്കാനേ ദൂരമുള്ളൂ. ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൂ താജ്മഹൽക്കുള്ളത്. പക്ഷേ ഞങ്ങൾ ഓട്ടോറിക്ഷ എടുക്കണോ നടക്കണോ എന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ടിക്കറ്റ് എടുത്തത് മാറിപ്പോയി. ഫസ്റ്റ് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ 25-ാം തീയതി എടുത്തുകൊണ്ട് ആ ടിക്കറ്റ് ക്യാൻസലായി പോയി. പുതിയ ടിക്കറ്റ് അവിടെ പോയി എടുക്കണം. അപ്പോൾ ഇവിടുത്തെ മെട്രോ സ്റ്റേഷനാണിത്. അതിനൊരു ഓട്ടോറിക്ഷ ഒക്കെ എടുത്ത് ഞങ്ങൾ 80 രൂപ അവിടെ പോകാൻ. അങ്ങനെ നമ്മളെ താജ്മഹൽ ഗേറ്റ് എത്തി. താജ് നമുക്ക് നടക്കാനേ ദൂരം തന്നെ ഉള്ളു. അപ്പോൾ ഇതാണ് താജ്മഹൽ ലൈറ്റ്. ഇവിടെ ഫുള്ള് പോലീസുകാരാണ്. ഇവിടുന്ന് തന്നെ നടന്ന് പോയി വേണം താജ്മഹൽ കാണാൻ. ജസ്റ്റ് ഒരു തലഭാഗം കാണിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് നടന്നു പോട്ടോ തിരിച്ച് റൂമിക്ക്. നല്ല തിരക്കുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ ഭാഗ്യം, ഇന്ന് വലിയ തണുപ്പില്ല. അതന്നെ ഒരു വലിയൊരു കാര്യമാണ്. മൈ ഗോഡ്, വലിയ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതേപോലെ ഞാൻ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അധികം രാവിലെ കാണുന്ന താജ്മഹൽ നല്ല മഞ്ഞത്തായിരിക്കും. അങ്ങനെ അതിനൊരു ചായയൊക്കെ വാങ്ങി കുടിക്കാണ്. സൂപ്പർ. മറ്റേ രതീഷിൻ്റെ ഒരു ഫ്രണ്ട് പറയില്ലേ, എന്തായാലും പറയാ, ഒരുപാട് ഷോപ്പുകളുണ്ട്. പക്ഷേ രാവിലെ ഓപ്പൺ അല്ല. ഈ താജ്മഹൽ കാണാൻ ഏറ്റവും നല്ല ടൈം പറയുന്നത് രാവിലെയാണ്. അധികം ആൾക്കാർ രാവിലെയാണ് വരുന്നതും. ഇതൊരു മസ്ജിദാണ്. നമ്മളെ മൊത്തം 4 ഗേറ്റാണത്. നമുക്ക് ഓരോ ഗേറ്റ് കൂടി കയറിപ്പോവാം. ഏത് ഗേറ്റ് വേണമെങ്കിലും കയറിപ്പോവാം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത്. ഇതൊരു മസ്ജിദാണ് വന്നിട്ട്. ഫുള്ള് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറാണ്. താജ്മഹൽ ടിക്കറ്റ് കൗണ്ടറാണ്. ഓൾറെഡി ഞങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇതൊക്കെ ടിക്കറ്റ് കൗണ്ടറാണ്. ഗേറ്റാ ഞങ്ങൾക്ക് ഇദ്ദേഹം നടന്ന അപ്പുറത്ത് കൂടെ കയറൊക്കെ ചെയ്യാം. ഫുള്ള് ആൾക്കാരാണ്, നല്ല തിരക്കാണ്. ഗേറ്റ് വെസ്റ്റ് എൻട്രി ഗേറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ് ഉള്ളിൽ കയറി. നല്ല ഫുള്ള് ചെക്കിങ് ആണ്. നല്ല ടിക്കറ്റ് വാങ്ങിയില്ലല്ലോ. ടിക്കറ്റ് എൻ്റെ ഹാർഡ് കോപ്പി വന്നില്ലടാ മാറ്റിയ. നല്ല തിരക്കുണ്ട്. നല്ല താജ്മഹലിൻ്റെ ഉള്ളോട്ട് പോകണം. ബാക്കി നല്ല പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. ഇതെന്താണ് ഫോൺ അൻ്റെയിലല്ലേ? പോകുമ്പോൾ തിരിച്ചിട്ടു അത് അപ്പോഴോ? താജ്മഹലിൻ്റെ എൻട്രി ആണത്. ചെറിയൊരു മഞ്ഞ് മാത്രമേ ഉള്ളൂ. എൻ്റെ അമ്മോ, അതിൻ്റെ എൻട്രി തന്നെ വലിപ്പം നോക്കുക. ഇതിൻ്റെ അത്
അത് അതിൻ്റെ ഫ്രണ്ട് ഭാഗം, ഇത് മെയിൻ എൻട്രി. അതാ താജ്മഹലിൻ്റെ ഒരു അറ്റം ഞങ്ങൾ കാണുന്നുണ്ട്. വായിറ്റേ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ മറ്റേത് ഇവിടുന്ന് അതില്ലേ ഫോട്ടോ എടുക്കണേ, ഇവിടെ നിന്നൊക്കെ തന്നെ എടുക്കണം. ഇജ്ജ് അവിടെ പോയി കാഞ്ഞിരപ്പുഴയിൽ നിന്ന് ഇപ്പോഴും ഫോട്ടോ ഷൂട്ട് എടുത്തോട്ടോ. ആർക്ക് ഫോട്ടോ ഷൂട്ടിന് കിട്ടൊക്കെ വന്നിട്ടാ മതി നോക്കിയത്. അത് മാറ്റേ ഫോട്ടോത്തിൽ കണ്ടിരുന്ന താജ്മഹൽ കാണാൻ പോവുക. ഫോട്ടോത്തിൽ കണ്ടിരുന്നേ എൻ്റെ ഫ്രണ്ട് തന്നെ നോക്കിയാ ഒരു വൃത്തി വെടുപ്പില്ലൊരു ഭാഗം. പിന്നെ ആ ടിക്കറ്റ് മറ്റോടത്ത് കയറാൻ വേണ്ടി വരും. അവിടുത്തെ ഒരു ഫോട്ടോ ആണ് എടുക്കേണ്ടത്. ഒരു ഫോട്ടോ വീഡിയോ എടുക്കണം പറ്റും മൊത്തത്തിൽ. ശരിക്കും നമുക്ക് എൻട്രൻസ് തന്നെ അത് അവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഞങ്ങൾ വന്നത് ഇപ്പുറത്തെ ഗേറ്റിലൂടെയാണ്. ഇത് വന്നിട്ട് ഗേറ്റ് തന്നെ ഉണ്ട്, പക്ഷേ ഇത് VIP കൗണ്ടറാണ്. അത് പറഞ്ഞാൽ അതിനെ ആൾക്കാരെയൊന്നും കടത്തി വിടുന്നില്ല. ഒരുപാട് ആൾക്കാരാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന് നേരെ മുന്നിൽ താജ്മഹൽ കാണാം. അതിൻ്റെ ഉള്ളിലൂടെ താജ്മഹൽ കാണാം. അപ്പം നമ്മളങ്ങനെ താജ്മഹൽ കാണാൻ ഉള്ളോട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. എങ്ങനെ അപ്പം നേരെ നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. താജ്മഹലിൻ്റെ അല്ല, താജ്മഹലിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിലോട്ട്. താജ്മഹലിൻ്റെ ഡീറ്റെയിലൊക്കെ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് ഈ രണ്ട് ഭാഗത്തായിട്ട്. ഇവിടെ വേണം കൂടുതൽ ആൾക്കാർ വീഡിയോ ചെയ്യുന്നൊരു ഭാഗം. പക്ഷെ ഇതൊന്നും കാണില്ല. നേരെ പുറത്ത് പോയാൽ താജ്മഹൽ കാണുള്ളൂ. നമുക്ക് മനസ്സിലാവും. ഒരു വെളിച്ചം കണ്ടു വരുന്നുണ്ടാവുന്നുണ്ട് കാര്യം. Vamos por izquierda. വന്നിട്ട് താജ്മഹലിൻ്റെ ഫ്രണ്ടിലാണ്. നല്ല ക്രൗഡ് പറഞ്ഞാൽ നല്ല ക്രൗഡാണ്. ആകെ 6-7 മണിയായിട്ടുള്ളൂ. എല്ലാവരും രാവിലെയാണ് ഇത് കാണാൻ വരുന്നത്. ഫോട്ടോ എടുത്തിട്ട് ആരും മുന്നോട്ട് പോകാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മൾ താജ്മഹലിൻ്റെ മേലേക്ക് ഒരുപാട് ആൾക്കാരാണ്. ഞങ്ങളെ മേലേക്കുള്ള ടിക്കറ്റ് എടുക്കണം. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വെറും 35 രൂപ വരുന്നുള്ളൂ. 35-40 രൂപ വരുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ മേലോട്ട് കയറണമെങ്കിൽ 200 രൂപ വേറെ അഡീഷണൽ എടുക്കണം. അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് മേലോട്ട് കയറാൻ കഴിയുള്ളൂ. ഒരുപാട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നല്ലൊരു വൈബാണ്. വേറല്ലേ വൈബ് പറഞ്ഞാൽ വേറെ വൈബാണ്. അങ്ങനെ ഒരു അരമണിക്കൂറായി, 1 മണിക്കൂറിന് മേലായി. ഞങ്ങൾ കഴിഞ്ഞ് നേരെ താജ്മഹലിൽ നമ്മൾ കയറിപ്പോണ കവാടത്തിൻ്റെ വ്യൂ ഉണ്ടോ? നേരെ മുന്നിൽ താജ്മഹൽ. കവാടം ഉണ്ടാക്കാൻ തന്നെ ഒരുപാട് കാലം പിടിച്ചിട്ടുണ്ടാവും. എല്ലായിടത്തും ഒരുപാട് ആൾക്കാരാണ്. നമ്മൾ ഏത് ഭാഗത്തും നോക്കിയാലും താജ്മഹലിൻ്റെ വ്യൂവാണ്. ഇപ്പോൾ ഈ സൈഡാണെങ്കിൽ അതേപോലെ നമ്മൾ എന്തായാലും ആഗ്ര ഫോർട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഉണ്ട്. ആഗ്ര ഫോർട്ടിൽ നിന്ന് അടിപൊളിയായിട്ട് നമുക്ക് താജ്മഹൽ കാണാൻ കഴിയും. അവരെ നമ്മളെ ഭാഗത്തു നിന്നൊക്കെ എല്ലാ ഭാഗത്തു നിന്നും താജ്മഹലിൻ്റെ ഓരോ ഭാഗം കാണാൻ കഴിയും. ഇതാണ് നമ്മൾ ഫോട്ടോത്തിൽ കാണുന്ന ഒരു സെൻറ്റർ ഭാഗം. വാട്ടർ ഡാൻസിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. ജസ്റ്റ് വെള്ളം മാത്രമേ ഉള്ളൂ, ഫുള്ള് ചളിയാണ്. ഇത് നേരെ ഗേറ്റ്
ഇത് നേരെ താജ്മഹൽ. എല്ലായിടത്തും ഭയങ്കര ക്രൗഡാണ്. ഒരു ഫോട്ടോ എടുക്കാൻ പോലെ തന്നെ 10 മിനിറ്റ് കാത്തിട്ടാം. One hand hold. Look at camera. Sir, आप मैडम को दे दो. ഒരുപാട് ഫോട്ടോ എടുക്കാൻ ആൾക്കാരുണ്ട്. കാരണം എല്ലാ ഭാഗത്തു നിന്നും വ്യൂ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരാണ് ഈ ഫോട്ടോ എടുക്കാൻ ഇവിടെ നടക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. എത്ര നമുക്ക് അടുത്ത് വരുന്നോട് വലുതായി വരുന്നു. നമ്മൾ ഫോട്ടോത്തിലൊക്കെ കാണുന്ന അതേപോലെ തന്നെ ക്യാമറയും ബാഗൊക്കെ ചിലപ്പോൾ അവിടെ കൊടുക്കേണ്ടി വരും. നമ്മൾ ക്യാമറ ഉള്ളിൽ കയറ്റില്ല. നമ്മളെ ടിക്കറ്റ് ഇല്ല എന്തെങ്കിലും ടോയ്ലറ്റ് അവിടെ നിന്ന് ചോദിക്കൂട്ടോ. ഇതാണ് അവിടെ കയറിയുന്ന കവാടം. അവിടെ നേരെ സെൻട്രൽ ഭാഗമാണ് താജ്മഹലിൻ്റെ ഈ ഒരു ഭാഗം. അവിടുന്ന് വേറെ അതാണ് യമുന നദി കേട്ടോ. അപ്പം നമ്മളെ ഇത് വേറൊരു ഭാഗം. ഏത് സൈഡിൽ നോക്കിയാലും ഒരേപോലെയാണ്. നമുക്ക് നേരെ അപ്പുറത്താണ് യമുന നദി. ഫോർട്ട് ഇവിടുന്ന് കാണുന്നുണ്ടോ? എന്താണ് ഫോർട്ട് ഈ ഭാഗത്ത് നല്ലതാണ്. കാണും തന്നെയാണ്. എവിടെ നമ്മൾ ട്രെയിനിൻ്റെ സൗണ്ട് കേട്ടിരുന്നു. ഇത് ഒരു പള്ളിയാണ്. പക്ഷെ ഇങ്ങോട്ടും നമ്മളെ കയറ്റി വിടില്ല. അവിടെയൊക്കെ വേറെ ഒരുപാട് വ്യൂ പോയിന്റ് ഉണ്ട്. താജ്മഹൽ ഫുള്ള് വ്യൂ പോയിന്റ്. നമുക്ക് ഫോട്ടോ എടുത്ത് ഒരു വഴിക്കാവും. ഇവിടെ വന്ന് ഇത് കാണുന്നതിനാട്ടി കൂടുതൽ ഫോട്ടോ എടുത്താണ് മരിക്കുക. ഇത്രത്തോളം വ്യൂ ആണ്. നേരെ യമുന നദിയിലേക്കുള്ള വ്യൂ ആണ്. കണ്ടോ വാട്ടിയേ? അത് ആഗ്ര ഫോർട്ട്. ഇവിടുന്ന് നമുക്ക് ആഗ്ര ഫോർട്ട് കാണാൻ കഴിയും. അവിടുന്ന് ഇതും എന്താണ് ഇതിൻ്റെ നമുക്ക് ഇനി താജ്മഹലിൻ്റെ ഉൾഭാഗത്തേക്ക് കയറണമെങ്കിൽ വേറെ ടിക്കറ്റാണ്. അതെന്താ ഇരിക്കുന്നത്? അടിയാനെ പോകണല്ലോ. ആൾക്കാരൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക. അവിടെയൊക്കെ ഫുള്ള് ജനങ്ങളാണ്. ഇത്ര ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻസൊക്കെ ഒരുപാട് ആൾക്കാരാണ്. അപ്പോൾ ഇതാണ് നമ്മളെ താജ്മഹൽ ഫസ്റ്റ് ടൈം തൊടാൻ പോവുക കേട്ടോ. ഞാൻ താജ്മഹലിൻ്റെ ഉള്ളിലോട്ട് കയറണം. എന്താ ഇരുമ്പ പട്ടം കറങ്ങിയിട്ട് പോകണം. നല്ല സെക്യൂരിറ്റിയാണ്. നല്ല സെക്യൂരിറ്റി പറഞ്ഞാൽ ഒരുപാട് പോലീസ് ഗാർഡുകളുണ്ട്. പോകുന്ന വഴികൾ കുറേ നേരം നിൽക്കാനൊന്നും സമ്മതിക്കുന്നില്ല. പെട്ടെന്ന് പോകണം. ഇത് കറങ്ങാന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവും. ഇവിടെ കണ്ടില്ലല്ലോ. ഫുട്ബോൾ കളിക്കാനുള്ള ഗ്രൗണ്ട് നോക്കിയത് സ്ഥലം ഇഷ്ടം പോലെ അല്ലേ. നേരെ അപ്പുറത്തെ പള്ളിയാണത്.
നമ്മൾ ഇന്നലെ ആഗ്ര ഫോർട്ട് പോയപ്പോഴും ഒരുപാട് പള്ളികളുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലൂടെ. ആദ്യത്തെ സൂപ്പറാവല കാരണം ഇങ്ങനത്തെ കൊത്തുപണികൾ കാര്യങ്ങളൊക്കെയാണ്. ഗൈഡുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. താജ്മഹലിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ചെരുപ്പിൻ്റെ അടിയിൽ കവർ ചെയ്തിട്ട് വേണം പോകാൻ, അന്നെങ്കിൽ സമ്മതിക്കില്ല. കവറൊക്കെ ഇട്ട് അങ്ങനെ താജ്മഹലിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. അങ്ങനെ താജ്മഹലിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങി. അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടുള്ളത് അവിടുത്തെ സ്റ്റോണും കാര്യങ്ങളും, അതേപോലെ തന്നെ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും ഖബറാണുള്ളത്. അത് ഒരു പ്രത്യേക ഫീലാണ് അതിൻ്റെ ഉൾഭാഗം. ഉള്ളിൽ ഫോട്ടോഗ്രാഫിയോ ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കില്ല. ഏകദേശം ഇപ്പോൾ ആൾക്കാരൊക്കെ ഒഴിഞ്ഞു തുടങ്ങി. കുറേ ഭാഗം അങ്ങനെ പൊളിഞ്ഞ ഭാഗമൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും മോസ്കാണ് തോന്നുന്നു. നമ്മൾ നേരത്തെ സൈഡ് ഭാഗം എല്ലാ സൈഡും ഒരേപോലെയാണ്. ഇതും തൊട്ടപ്പുറത്തും ഇതിൻ്റെ ഒരേപോലെ സൈഡാണ്. അതാണ് നമ്മളെ ഫ്രണ്ട് ഭാഗം. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചുറ്റുമതിൽ മാതിരി ഗേറ്റുകളാണ്. ഇതിൻ്റെ ഏത് ഭാഗത്ത് വന്നാലും നമുക്ക് വ്യൂ ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അങ്ങനെ താജ്മഹലിൻ്റെ താഴത്തോട്ട് പോകാൻ നല്ല തിരക്കായി. ഇപ്പോൾ ഏകദേശം ഒരുപാട് ആൾക്കാരായി. അവിടെയൊക്കെ ഫുള്ള് ക്രൗഡാണ്. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കാണ്. ഉള്ളോട്ടും അത്യാവശ്യം ആൾ കയറുന്നുണ്ട്. നമ്മളിഞ്ഞ് താജ്മഹലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോവുകയാണ്. ഇവിടെയൊക്കെ നല്ല ക്രൗഡായി. നമ്മൾ രാവിലെ വന്ന ഭാഗമാണ്. അതൊക്കെ നല്ല തിരക്കായി. അപ്പോൾ താജ്മഹലിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ പുറത്തൊക്കെ വേറെ വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ കാലുത്താൻ സ്ഥലമില്ലാതെ. അപ്പോൾ അങ്ങനെ താജ്മഹലിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി അടുത്ത് ഞങ്ങൾ പോകുന്നത് ഡൽഹിക്കാണ്. അവിടുത്തെ വിശേഷങ്ങളൊക്കെ വേറൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞാൽ ആഗ്ര ഫോർട്ടിൻ്റെ വീഡിയോ ആണ്. അത് അടിപൊളി സ്ഥലമാണ്. നമ്മളിതിൻ്റെ തൊട്ടന്നെ ഉള്ളത് ആഗ്ര ഫോർട്ട്, ഇത് താജ്മഹൽ. ഇനി വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഡൽഹിത്തെ വിശേഷങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഈ വീഡിയോസും ചാനലും ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.